അന്നെൻ്റെ ബാല്യവും കൗമാരവും നിനക്കായി മാത്രം പങ്കുവയ്ക്കാം. ഈ ഗാനം ബാലുവിന് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാണല്ലേ. സിനിമാ ഗാനം പോലെ തന്നെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ആൽബം സോങ്ങാണ് ഈ ഗാനം. സ്വഭാവത്തിന് 2 ട്രെയിറ്റിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ഒരു മ്യൂസീഷ്യന് സംഗീതത്തോട് മാത്രം ഒരു കമ്മിറ്റ്മെന്റ് വേണം മതി എന്ന് പറയുമ്പോൾ പോലും ഒരു നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഒരു പക്ഷേ സ്കീമിംഗ് എന്നൊക്കെ പറയും. അത് കുറച്ച് പ്ലാനിങ് കൂടിയാണ്, സ്കീമിംഗ് കൂടി. അതിൻ്റെ ഒരു കുറവ്. 2 ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം. 3 അല്പം ധാർഷ്ട്യം, അഹങ്കാരം. ഞാൻ ഒരുപാട് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. എനിക്കത് താല്പര്യമില്ല. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ പുറകെ പോകണം. കാരണം എൻ്റെ എപ്പോഴുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനറിയാം എനിക്ക് എവിടെ സന്തോഷം കിട്ടും എന്നുള്ള കാര്യം. സോ ബ്രെയിനിനേക്കാളും, അതായത് നമ്മുടെ മനസ്സ് കുറേയും കൂടെ വലുതാണ്. നമ്മുടെ ചെറിയ ബ്രെയിൻ വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടുപോയേക്കാം. പുതിയ ഫിലോസഫിയാണ്. പോയിന്റ് നോട്ടഡ്. അപ്പോൾ അതവിടെ തീർന്നു. അപ്പോൾ അഹങ്കാരി. നാലാമത്തെ എന്താണ് ഇപ്പോൾ? നാലാമത്തെ ഷാൻ ഒരു വളച്ചുകെട്ട് ഒരുപാട് കാര്യം പറഞ്ഞു. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള ലൂസ് ടോക്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ അതിൽ ബന്ധങ്ങൾ വഷളാകുന്നു. ചെറുത് അതൊക്കെ ഉണ്ടാക്കാവുന്ന സ്പർദ്ധകള്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം കൺഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞത് അതുമുതൽ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഷാൻ കോളേജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ എന്നെ കൂടുതൽ നന്നായി അറിയുകയും ചെയ്യാം. സോ നീ എന്ന് വിളിക്കുന്നത് യു ആർ എൽഡർ ടു മീ, ബട്ട് സ്റ്റിൽ വിത്ത് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഐ എം ടേക്കിംഗ് ദ ഫ്രീഡം. സോ നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് എനിക്ക് നല്ല എക്സ്പീരിയൻസ്. നമ്മൾ കുറേ ദിവസം ഒരുമിച്ച് ഒരു റൂമിൽ ലോട്ട് ഓഫ് ഫൺ എലമെൻറ്റ്സ് അപ്പാർട്ട് ഫ്രം ദ സ്റ്റേജ്. പിന്നെ പെർഫോം ചെയ്തപ്പോഴും നമ്മുടെ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതൊരു ദൈവകൃപ. സോ ഐ എൻജോയ്ഡ് പ്ലേയിങ് വിത്ത് യു. ആൻഡ് പെട്ടെന്ന് എനിക്ക് ഒരു തോന്നൽ എന്താ വെച്ചാൽ യു ക്യാൻ ഹാവ് ആൻ അഡാപ്റ്റേഷൻ ഫ്രം ദ കർണാട്ടിക് ടു വെസ്റ്റേൺ. അതൊരു നല്ലൊരു കോമ്പിനേഷൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനെപ്പോഴും എന്തായാലും എനിക്ക് എൻ്റെ കയ്യിൽ വരണമെല്ലാം വെസ്റ്റേൺ ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കുറേ കോമ്പിനേഷൻസ്, ഒരുപാട് പ്രോഗ്രാംസ് ഒരുമിച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനിടയിൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, നേരത്തെ ഷാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാകും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ പക്ഷെ എന്നാലും ഈ ഒരു മ്യൂസീഷ്യൻ ടു മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞൊരു ത്രെഡ് ഇല്ലേ, ഇറ്റ് വാസ് ഓൾവേസ് ദെയർ. എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇവൻ്റെ കൂടെ വായിക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമാണ് അവിടെ. ഇപ്പോൾ ഇവൻ പറഞ്ഞില്ല ഇവന് വെസ്റ്റേൺ മാത്രമേ വരൂ, നല്ല നേരെ തിരിച്ചാണ്. അതായത് ആൾക്ക് നല്ല സെൻസാണ് ക്ലാസിക്കൽ ഇതിനെക്കുറിച്ച്. ഒരുപാട് കേൾക്കുന്ന ആളാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ആ ഏരിയയിലൊക്കെ. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് അത്രയേ ഉള്ളൂ. ഞാനും ഇവൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കേൾക്കാറുണ്ട്. പണ്ട് മുതലേ ഞാൻ ഒരുപാട് കേൾക്കും. എന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഈസ്റ്റേൺ ഈ സ്വിച്ചിങ് പറ്റുന്നത്, അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്തുകൊണ്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ കേൾക്കുന്നതൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, വെറുതെ എങ്കിലും. അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. പിന്നെ എപ്പോഴും ഞാൻ വയലിൻ മാത്രമല്ല കേൾക്കുക, ഗിറ്റാർ കേൾക്കും. ഇടനെഞ്ചിൽ വെക്ക്. പറ. സത്യം ചെയ്യാനാണ്. സത്യം പറ. അങ്ങനെ പറഞ്ഞറിഞ്ഞ സത്യം പറയില്ല. എന്നേ മരിച്ചേനെ. ഇല്ല, എനിക്കങ്ങനെ കള്ളം പറയേണ്ട കാര്യം വരണില്ല. അതെ, കാരണം വെച്ചാൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടുള്ളൂ. എന്താണ്, ഏത് ഇമ്പൾസിലാണ് താങ്കൾ തീരുമാനിച്ചത്? നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കോൺഫിഡാന്ത് അല്ലെങ്കിൽ ഒരു കോൺഫിഡാന്ത് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ. ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ ഒരുപക്ഷെ എല്ലാം ഷെയർ ചെയ്ത് തുടങ്ങുക, നമ്മുടെ വീക്ക്നെസ് ഷെയർ ചെയ്ത് തുടങ്ങുക, നമ്മുടെ സത്യങ്ങൾ, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ കാണുന്ന അവരിൽ കൂടെ ആവുക. അതെ അല്ലേ, നമ്മുടെ പേടികളായിരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്ത്, മനസ്സിന്റെ ഏറ്റവും ചപലമായ വികാരങ്ങൾ പോലും പങ്കുവെക്കുക. പറയാം, നമ്മുടെ സ്വപ്നങ്ങൾ, അതാണ് ഏറ്റവും ഡേഞ്ചറസ് പോയിന്റ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് തുടങ്ങും.